സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഫിബിൻ്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ട്. അപ്പം മുതൽ വിചാരിച്ചതാണ് ഫിബിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫിബ് എടുത്ത് കാണിക്കുക. ഫിബിൽ ഞാൻ എങ്ങനെയാണ് സെറ്റിങ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. ഫിബ് എടുത്തു, സെറ്റിങ്സിലേക്ക് വരുന്നു. ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റിങ്സ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് 0, 2, 3, 6, 3, 8, 6, 0.5, 7, 8, 6, 1, 2, 3, 4, 5 ലെവൽസാണ് നമ്മൾ ഫിബിൽ നോക്കേണ്ട കാര്യം. ഈ ലെവൽസ് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ്, ബിറ്റ് കോയിൻ റണ്ണിങ് ആണ്. ഞാൻ ഫിബ് പ്ലോട്ട് ചെയ്യാനായിട്ട് പോകാം. ഫിബ് പ്ലോട്ട് ചെയ്യേണ്ടത് നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ലോയിൽ നിന്ന് ഈ ഒരു സ്വിങ് ഹൈ, നിയറസ്റ്റ് ആയിട്ട് എവിടെയാണോ ഹൈ ഉള്ളത് ആ ഹൈയിലേക്കാണ് നമ്മൾ ഫിബ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങോട്ട് ഫിബ് പ്ലോട്ട് ചെയ്തു. കുറച്ച് ഇങ്ങോട്ട് നീക്കിയൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് പ്രൈസ് ഏത് ലെവലിൽ നിന്നാണ്, ഫിബിൻ്റെ ഏത് ലെവലിൽ നിന്നാണ് പ്രൈസ് ബൈയിങ് പ്രഷർ കാണിക്കുന്നത് നോക്കണം. 236 നിന്നാണ് നല്ല സ്ട്രോങ് മൊമെൻറ്റമാണ് ഈ ഒരു ട്രെൻഡിന്. എന്നാൽ 386 നിന്നാണെങ്കിലും നല്ല മൊമെൻറ്റമാണ്. 0.5 എന്ന് പറയുന്നത് 0.5 നിന്നാണ് നമുക്ക് ലാസ്റ്റ് ഹോപ്പ് ഉള്ളത്. ഈ ഒരു ട്രെൻഡിൽ ബൈ ട്രേഡ് എടുക്കാനായിട്ട് 0.5 നിന്നാണ് ഒരു ബുള്ളിഷ്നെസ് പ്രൈസ് കാണിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൈ എടുക്കാം. 0.5 താഴത്തേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ബൈ ട്രേഡ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം 236, 386 ഈ രണ്ട് ലെവല്, 0.5 ഈ 3 ലെവല് നമ്മൾ നോക്കുക, ട്രേഡ് പ്ലാൻ ചെയ്യുക. ഈ 786 താഴത്തേക്ക് വന്നാൽ യാതൊരു കാരണവശാലും നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് പാടില്ല. കാരണം എന്ന് വെച്ചാൽ ബയ്യേഴ്സ് മാർക്കറ്റിനെ താഴത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മളവിടെ ബൈ ട്രേഡ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ഫിബിൻ്റെ ബേസിൽ നമുക്ക് ഒരിക്കലും ലോജിക്കലല്ല. ഇത്രയും സിമ്പിളായിട്ടാണ് ഫിബിനെ നിങ്ങൾ കാണേണ്ടത് കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ലൈവ് ഓടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ചാർട്ട് എടുത്തിട്ട് സോള്, നമ്മുടെ മെയിൻ വേട്ടമൃഗമാണ് സോള്. സോളിലാണേലും നല്ലൊരു മൊമെൻറ്റം സോള് നടത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പം നമുക്ക് സോളിലാണെങ്കിൽ നോക്കണമെങ്കിൽ ഫിബ് എടുക്കുക, ലോ എടുക്കുക, ലോ ടു ഹൈ കണക്ട് ചെയ്യുക. നോക്കിയേ എന്താണ് പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്തത്. ഇപ്പം നമ്മൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ലെവൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഹൈ ആണ് നോക്കിയോ. ഈ ഹൈ നോക്കുവാണെങ്കിൽ 236 നിന്ന് ബുള്ളിഷസ് കാണിച്ച് കയറിപ്പോയി. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഹൈ ആണ് നോക്കുന്നതെങ്കിൽ എന്താണ് 236 നിന്ന് കയറിപ്പോയി. എന്നാൽ ഈ ഒരു ഹൈ നോക്കിയേ, 236 നിന്ന് കയറുന്നില്ല പ്രൈസ്. ആ 236 ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇപ്പോൾ 0.5ലേക്ക് വന്നു. ഈ ഒരു സ്വിങ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സ്വിങ് നോക്കുമ്പോഴത്തേനും 0.5 താഴത്തേക്ക് വന്നു. ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു ബൈ ട്രേഡിനെ പറ്റി ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഒന്ന്, പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് സെൽ ട്രേഡാണ്, സോറി എന്താ പറയുക, നോ ട്രേഡ് സോണാണ്. ഫിബ് വെച്ചിട്ട് നമുക്ക് ആ ഒരു രീതിയിലേക്കാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. 5 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ട്രേഡുകൾ പ്ലാൻ ചെയ്തിരിക്കുക. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫിബിനെ കണ്ടാൽ മതി. ഏറ്റവും നല്ലതെന്ന് പറയുന്നത്, ഒന്നുകൂടെ പറയുന്നു, 236, 386 ഈ ഒരു ലെവലിൽ നിന്നാണ് നമുക്കൊരു ബൈ ട്രേഡ് ഏറ്റവും നന്നായിട്ട് കിട്ടുക.